പയ്യന്നൂരിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ അനുകൂലി ടി പുരുഷോത്തമന്റെ വീടും കാറും ആക്രമിച്ച കേസിൽ ഡിവൈഎഫ്ഐ നേതാക്കൾ അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ പയ്യന്നൂർ വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് സുധീഷും മേഖലാ എക്സിക്യൂട്ടീവ് അംഗം അജയ് കൃഷ്ണയുമാണ് അറസ്റ്റിലായത്. അക്രമ സംഭവങ്ങളിൽ CPM-ന് പങ്കില്ലെന്നായിരുന്നു ഏരിയ സെക്രട്ടറി P സന്തോഷിന്റെ പ്രതികരണം. ADM വിളിച്ച സമാധാന യോഗത്തിൽ പങ്കെടുത്ത CPM പ്രതിനിധിയും അക്രമ സംഭവങ്ങളിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറഞ്ഞിരുന്നു. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കളെ തന്നെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ നേരത്തെ പാർട്ടിയുടെ പ്രതിരോധം തകരുന്നുവെന്നാണോ മനസ്സിലാക്കുന്നത്? കുഞ്ഞികൃഷ്ണൻ അനുകൂലികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾക്ക് പിന്നിൽ ഡിവൈഎഫ്ഐ തന്നെയാണോ? ഇപ്പോൾ എന്തായാലും ഈ പറയുന്ന രണ്ടുപേരാണ് പോലീസ് പിടിയിലാകുന്നത്. ആ രണ്ടുപേരും പ്രധാനപ്പെട്ട ഡിവൈഎഫ്ഐയുടെ നേതാക്കളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് സുധീഷും മേഖലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അജയ് കൃഷ്ണയുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഈ രണ്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്തത്. CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ട് അന്വേഷണത്തിലാണ് ഈ പ്രതികൾ പിടിയിലായത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. നേരത്തെ ഇന്നലെ നടന്ന സമാധാന യോഗത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത CPIM-ന്റെ പ്രതിനിധി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സത്യപാലൻ ഉൾപ്പെടെ ഈ യോഗത്തിൽ പറഞ്ഞിരുന്നത് ഈ നടന്ന അക്രമ സംഭവങ്ങളിലൊന്നും തന്നെ CPIM-ന് ഒരു തരത്തിലുമുള്ള പങ്കില്ല. അതായത് ഈ കേസിൽ ആരൊക്കെയാണോ പ്രതികൾ അവരെ കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് പിടികൂടാൻ പോലീസ് തയ്യാറാവണം എന്നുള്ള ആവശ്യമായിരുന്നു CPIM-ന്റെ പ്രതിനിധി ഉൾപ്പെടെ ഈ യോഗത്തിൽ പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് രണ്ട് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. രണ്ടുപേരും പ്രധാനപ്പെട്ട ഡിവൈഎഫ്ഐയുടെ നേതാക്കളാണ്. പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ CPIM-ന്റെ പ്രതിരോധവും CPIM-ന്റെ വാദവും വിശദീകരണവും ഒക്കെ അപ്രസക്തമാവുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് പ്രതികളെയും പിടികൂടിയിരിക്കുന്നത്. രണ്ടുപേരും പ്രധാനപ്പെട്ട ഡിവൈഎഫ്ഐ നേതാക്കളാണ്. ഈ ടി പുരുഷോത്തമൻ CPIM-ന്റെ അംഗം കൂടിയാണ്, പാർട്ടി അംഗം കൂടിയായിട്ടുള്ള ഒരാളുടെ വീടും കാറുമാണ് ഇത്തരത്തിൽ ആക്രമിച്ചത്. എന്നാൽ ഈ പറയുന്ന ടി പുരുഷോത്തമൻ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശന ചടങ്ങിനുൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ തരത്തിലുള്ള ഒരു വൈരാഗ്യത്തിന്റെയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു വിദ്വേഷത്തിന്റെയോ ഒക്കെ ഭാഗമായിട്ടാണ് ഈ വീട് ആക്രമിച്ചത് എന്നുള്ളതായിരുന്നു നേരത്തെ തന്നെ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെ വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ പിടിയിലായിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഡിവൈഎഫ്ഐ നേതാക്കളാണ്. ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് സുധീഷ്, മേഖലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അജയ് കൃഷ്ണ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. എന്താണല്ലേ, വിയോജിപ്പുള്ളവരുടെ മതിലുകൾ ഇടിച്ചു തകർക്കുക, പോസ്റ്റർ എഴുതുന്ന മതിലുകൾ ഇടിച്ചു തകർക്കുക, വിയോജിപ്പുള്ള മനുഷ്യരുടെ കൂടെ നിൽക്കുന്നവരുടെ കാറ് കത്തിക്കുക, അവരുടെ വീട്ടിലേക്ക് ആക്രമണം നടത്തുക, ഇതൊക്കെയാണോ ജനാധിപത്യ സോഷ്യലിസം? ഇതൊന്നും അല്ലല്ലോ. അത് യഥാർത്ഥത്തിൽ ഒരു അപക്വമായ രാഷ്ട്രീയ നിലപാടാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് എത്ര മനുഷ്യരെ കൂടെ നിർത്താൻ പറ്റും? മനുഷ്യരെ സ്നേഹിച്ചും നിങ്ങളുടെ പ്രവൃത്തിയിലെ സത്യസന്ധത കൊണ്ടുമാണ് ചേർത്ത് നിർത്തേണ്ടത്, അതല്ലേ? വിയോജിക്കുന്നവർ വിയോജിച്ചോട്ടെ, പോകുന്നവർ പൊക്കോട്ടെ. ഒപ്പം നിൽക്കാൻ കുറച്ച് മനുഷ്യരുണ്ടാകുമെന്നുള്ള ഉറപ്പില്ലെങ്കിൽ ഈ പണിക്കിരിക്കരുത്.